PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 17 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്? INS മാഹി കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്? INS മാഹി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാഹി നിശബ്ദ വേട്ടക്കാരൻ എന്നത്, അതായത് സൈലന്റ് ഹണ്ടർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഔദ്യോഗിക മുദ്ര ഉറുമിയാണ് കേട്ടോ. ഔദ്യോഗിക മുദ്ര ഉറുമിയാണ്. നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേദ കപ്പലുകളിൽ ആദ്യത്തേതാണ് ഇത്. അപ്പോൾ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാഹി നിശബ്ദ വേട്ടക്കാരൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഔദ്യോഗിക മുദ്ര ഉറുമിയാണ്. നാവികസേനയ്ക്കായി കൊച്ചി കപ്പൽ ശാലയിൽ നിർമ്മിക്കുന്ന 8 അന്തർവാഹിനി വേദ കപ്പലുകളിൽ ആദ്യത്തേതാണ് ഇത്. 12,000 വർഷമായി നിദ്രാവസ്ഥയിലായി ഇരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലെ ഗപ്പിയാണ് കേട്ടോ. 12,000 വർഷമായി നിദ്രാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? 12,000 വർഷമായി നിദ്രാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലി ഗപ്പി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്, ഗുജറാത്തിലെട്ടോ. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലെട്ടോ. 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അപ്പോൾ 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2010 ഡൽഹി വേദിയായി. 2010 അപ്പോൾ ഡൽഹി ആയിരുന്നു വേദിയായിരുന്നു. പിന്നെ 2026 ഗെയിംസ് ഗ്ലാസ്ഗോയിലും നടക്കും. 2026 ഗെയിംസ് ഗ്ലാസ്ഗോയിൽ നടക്കും. 2025 നവംബർ 24 അന്തരിച്ച ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു 2004 ലോക്സഭാ അംഗമായത്? ബിക്കാനീർ, രാജസ്ഥാനിലെ ബിക്കാനീറിനെ പ്രതിനിധീകരിച്ചായിരുന്നു കേട്ടോ. 2025 നവംബർ 24 അന്തരിച്ച ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു 2004 ലോക്സഭാ അംഗമായത്? ബിക്കാനീർ എന്ന മണ്ഡലത്തെ. രാജസ്ഥാനിലാണ് സ്ഥലം കേട്ടോ. 2004 മുതൽ 2009 വരെയാണ് BJPയുടെ ഭാഗമായി ധർമ്മേന്ദ്ര ലോക്സഭാ അംഗമായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ 2004 മുതൽ 2009 വരെയാണ് BJPയുടെ ഭാഗമായിട്ട് ധർമ്മേന്ദ്ര ലോക്സഭാ അംഗമായിട്ട് പ്രവർത്തിച്ചത്. 1935 ഡിസംബർ 8 പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ നസ്രലി ഗ്രാമത്തിലായിരുന്നു ജനനം. 1935 ഡിസംബർ 8 പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ നസ്രലി ഗ്രാമത്തിലായിരുന്നു ജനനം. 1961 ദിൽ ബി തേര ഹം ബി തേര എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ചു. 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹീമാൻ, ഗരംധരം എന്നീ പേരുകളിൽ വിളിക്കപ്പെട്ടു. ഷോലെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പ്രസിദ്ധമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ 1961 ദിൽ ബീം തേര ഹം ബി തേര എന്ന സിനിമയിലൂടെ തുടക്കം. 300ഓളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഹീമാൻ, ഗരംധരം എന്നീ പേരുകളിൽ വിളിക്കപ്പെട്ടു. ഷോലെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പ്രസിദ്ധമാണ്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് P. മോഹനനാണ് കേട്ടോ. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് P. മോഹനൻ. TV രാജേഷാണ് വൈസ് പ്രസിഡന്റ് കേട്ടോ. അപ്പോൾ കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് P. മോഹനാണ്. TV രാജേഷാണ് വൈസ് പ്രസിഡന്റ്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സഞ്ജയ് കപൂർ ആണ് കേട്ടോ. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സഞ്ജയ് കപൂർ. ഹാർഡ് ന്യൂസ് എഡിറ്ററായ കപൂർ അനന്ത് നാദിൻ്റെ പിൻഗാമിയായാണ് ഇദ്ദേഹം ചുമതലയേറ്റത്. അപ്പോൾ ഹാർഡ് ന്യൂസ് എഡിറ്ററായ കപൂർ അനന്ത് നാദിൻ്റെ പിൻഗാമിയായാണ് ചുമതലയേറ്റത്. ലോകത്തിലെ സമ്പന്നമായ ഏത് ഫുട്ബോൾ ക്ലബിൻ്റെ 5 മുതൽ 10% വരെ ഓഹരികളാണ് വിൽക്കാൻ തീരുമാനിച്ചത്? റയൽ മഡ്രിഡ്, സ്പെയിനിൻ്റെ കേട്ടോ. ലോകത്തിലെ സമ്പന്നമായ ഏത് ഫുട്ബോൾ ക്ലബിൻ്റെ 5 മുതൽ 10% വരെ ഓഹരികളാണ് വിൽക്കാൻ തീരുമാനിച്ചത്? റയൽ മഡ്രിഡ്, സ്പെയിൻ. ഇനി ചെറിയൊരു ബോക്സിൽ കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ജനസംഖ്യയുള്ള നഗരം, അതിനെക്കുറിച്ചാണ്. ജപ്പാനിൻ്റെ തലസ്ഥാനമായ ടോക്കിയോയെ മറികടന്ന് 2025 ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായത് ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത കേട്ടോ. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയെ മറികടന്ന് 2025 ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായത് ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയിൽ കേട്ടോ. നഗരവൽക്കരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കാൻ UN തയ്യാറാക്കിയ പുതിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. അതായത് നഗരവൽക്കരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ട് UN തയ്യാറാക്കിയ പുതിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. 4.2 കോടിയാണ് ജക്കാർത്തയിലെ ജനസംഖ്യ. ഢാക്ക, അതായത് ബംഗ്ലാദേശിലാണ് കേട്ടോ.
ഢാക്കയാണ് 3.7 കോടിയുമായിട്ട് 3.7 കോടിയുമായിട്ട് രണ്ടാം സ്ഥാനത്ത്. 2018 കണക്കുകൾ പ്രകാരം ഒന്നാം സ്ഥാനത്തായിരുന്ന ടോക്കിയോ 3.3 കോടിയുമായി മൂന്നാമതായി കേട്ടോ. ന്യൂഡൽഹി 3.2 ന്യൂഡൽഹി 3.2 നാലാം സ്ഥാനത്താണ്. അപ്പോൾ 4.2 കോടിയാണ് ജക്കാർത്തയിലെ ജനസംഖ്യ. ബംഗ്ലാദേശിലെ ഢാക്ക 3.7 കോടിയായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് 2018 കണക്ക് പ്രകാരം. 2018 കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്തായിരുന്ന ടോക്കിയോ 3.3 കോടിയുമായിട്ട് മൂന്നാമതായി. ന്യൂഡൽഹി 3.2 സ്ഥാനത്തായിട്ട് നാലാം സ്ഥാനത്തായിട്ടുണ്ട് കേട്ടോ. 3.2 കോടി ആയിട്ട് നാലാം സ്ഥാനത്ത്. ജനസംഖ്യ കൂടുതലുള്ള 10 നഗരങ്ങളിൽ 9 ഏഷ്യയിലാണ്. ജനസംഖ്യ കൂടുതലുള്ള 10 നഗരങ്ങളിൽ 9 ഏഷ്യയിലാണ്. ന്യൂഡൽഹിക്ക് പുറമെ കൊൽക്കത്തയും, അതായത് 2.25 കോടി പട്ടികയിലുണ്ട്. അപ്പോൾ ന്യൂഡൽഹിക്ക് പുറമെ കൊൽക്കത്തയും പട്ടികയിലുണ്ട്. ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യ 10 ഏക നഗരം കൈറോ, ഈജിപ്ത്, ആഫ്രിക്കയാണ് കേട്ടോ. അതായത് ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യ 10 ഏക നഗരം കൈറോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ്. 1,00,000-ഓളം അംഗങ്ങളാണ് 1902 സ്ഥാപിതമായ ക്ലബിൻ്റെ ഉടമകൾ. അതായത് നമ്മളിവിടെ നേരത്തെ വായിച്ചിരുന്നു എന്താ, റയൽ മഡ്രിഡ്സ് എന്നുള്ള ഓഹരി ക്ലബ്ബ്, അതായത് ഫുട്ബോൾ ക്ലബ്ബ് റയൽ മഡ്രിഡ് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ഓഹരികളാണ് വിൽക്കാൻ വെച്ചത്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പോയിന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യനാണ്. 1,00,000-ഓളം അംഗങ്ങളാണ് 1902 സ്ഥാപിതമായ ക്ലബിൻ്റെ ഉടമകൾ. നവംബർ 24 അന്തരിച്ച ജിമ്മി ക്ലിഫ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ജമൈക്കൻ സംഗീതമായ റെഗെയുടെ പ്രചാരകനായ സംഗീതജ്ഞൻ. നവംബർ 24 അന്തരിച്ച ജിമ്മി ക്ലിഫ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ജമൈക്കൻ സംഗീതമായ റെഗെയുടെ പ്രചാരകനായ സംഗീതജ്ഞൻ. വിയറ്റ്നാം യുദ്ധത്തിനെതിരെ ക്ലിഫ് എഴുതി ആലപിച്ച വിയറ്റ്നാം എന്ന ഗാനത്തെ അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമായ ബോബ് ഡിലൻ വിശേഷിപ്പിച്ചത് എക്കാലത്തെയും മികച്ച പ്രതിഷേധ ഗാനം എന്നാണ്. അപ്പോൾ വിയറ്റ്നാം യുദ്ധത്തിനെതിരെ ക്ലിഫ് എഴുതി ആലപിച്ച വിയറ്റ്നാം എന്ന ഗാനത്തെ അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമായ ബോബ് ഡിലൻ വിശേഷിപ്പിച്ചത് എക്കാലത്തെയും മികച്ച പ്രതിഷേധ ഗാനം എന്നാണ്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ വിക്രം നാഥ് കേട്ടോ. ദേശീയ നിയമാവകാശ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് വിക്രം നാഥ്. സുപ്രീം കോടതി ജഡ്ജിയാണ് ഇദ്ദേഹം കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയാണ്. സുപ്രീം കോടതി നിയമസഹായ സമിതിയുടെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജിയായ JK മഹേശ്വരിയും നിയമിതരായി. അപ്പോൾ സുപ്രീം കോടതി നിയമസഹായ സമിതിയുടെ അധ്യക്ഷനായിട്ട് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള JK മഹേശ്വരിയും നിയമിതനായി. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26 കേട്ടോ. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് 2015 മുതൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. അപ്പോൾ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് 2015 മുതൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. സംവിധാൻ ദിവസ് കേട്ടോ. 76-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലയാളം ഉൾപ്പെടെ 9 ഭാഷകളിൽ ഭരണഘടനയുടെ പതിപ്പുകൾ പുറത്തിറക്കി. അപ്പോൾ 76-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് മലയാളം ഉൾപ്പെടെ 9 ഭാഷകളിൽ ഭരണഘടനയുടെ പതിപ്പുകൾ പുറത്തിറക്കി. ഭരണഘടനാ ദിനത്തിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. അപ്പോൾ ഭരണഘടനാ ദിനത്തിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് കേട്ടോ. പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23 കേട്ടോ. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ, അതായത് CCPI 2026 കേട്ടോ, ഇന്ത്യയുടെ സ്ഥാനം 23-ാമതാണ്. 2025 സൂചികയിൽ ഇന്ത്യ 10-ാം സ്ഥാനത്തായിരുന്നു കേട്ടോ. അപ്പോൾ 2025 സൂചികയിൽ ഇന്ത്യ 10-ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യയുടെ 26-ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സരയൂ വെൽപുല തെലങ്കാനയിലെ വാറങ്കൽ സ്വദേശിയാണ് ഇദ്ദേഹം കേട്ടോ. പുതുതലമുറയുമായി ചേർന്ന് പോകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ജൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഡൽഹി IIT ക്യാമ്പസിൽ. പുതുതലമുറയുമായി ചേർന്ന് പോകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ജൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഡൽഹി IIT ക്യാമ്പസിൽ.
90% ഡിജിറ്റൽ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ 90% ഡിജിറ്റൽ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. UN അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഓരോ 10 മിനിറ്റിനും എപ്രകാരം സ്ത്രീകൾ കൊല്ലപ്പെടുന്നതായാണ് കണക്ക്. പങ്കാളികളാലോ ബന്ധുക്കളാലോ. അതായത് UN അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഓരോ 10 മിനിറ്റിനും എപ്രകാരം സ്ത്രീകൾ പെടുന്നതായാണ് കണക്ക്. അതായത് പങ്കാളികളാലോ ബന്ധുക്കളാലോ ആണ് കൊല്ലപ്പെടുന്നതെന്നാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈം, UN വുമൺ എന്നിവ സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ കണക്ക് കേട്ടോ. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈം, UN വുമൺ എന്നിവ സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ കണക്ക്. ഒരു ദിവസം ശരാശരി 137 പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരാൽ കൊല്ലപ്പെടുന്നവരുടെ നിരക്ക് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലാണ്. തെക്ക് വടക്ക് അമേരിക്കകൾ, ഓഷ്യാനിയ എന്നിവയിലാണ്. തൊട്ടു പിന്നിൽ ഏഷ്യ 3-ാം സ്ഥാനത്താണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ശരാശരി 137 പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരാൽ കൊല്ലപ്പെടുന്നവരുടെ നിരക്ക് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലാണ്. തെക്ക് വടക്ക് അമേരിക്കകൾ, ഓഷ്യാനിയ എന്നിവയാണ് തൊട്ടു പിന്നിൽ. ഏഷ്യ 3-ാം സ്ഥാനത്താണ് കേട്ടോ. ഓപ്പറേഷൻ പവൻ സൈനിക ദൗത്യത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഈയിടെ കരസേന ആദരവ് അർപ്പിച്ചു. എന്തായിരുന്നു ഈ ദൗത്യം? ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിലെ തമിഴ് പുലികളിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിനായി നടത്തിയ ദൗത്യം. അപ്പോൾ ഓപ്പറേഷൻ പവൻ സൈനിക ദൗത്യത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഈയിടെ കരസേന ആദരവ് അർപ്പിച്ചു. എന്തായിരുന്നു ഈ ദൗത്യം? ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിലെ തമിഴ് പുലികളിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിനായി നടത്തിയ ദൗത്യം. 1987 ഒക്ടോബർ 9 ആരംഭിച്ച ദൗത്യം 1990 മാർച്ച് 24 ഔപചാരികമായിട്ട് അവസാനിച്ചു. അപ്പോൾ 1987 ഒക്ടോബർ 9 ആരംഭിച്ച ദൗത്യം 1990 മാർച്ച് 24 ഔപചാരികമായിട്ട് അവസാനിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് JR ജയവർദ്ധനെയും തമ്മിൽ 1987 ഒപ്പുവെച്ച ഇൻഡോ ശ്രീലങ്കൻ കരാർ പ്രകാരമാണ് ഇന്ത്യ സമാധാന സേനയെ നിയോഗിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് JR ജയവർദ്ധനെയും തമ്മിൽ 1987 ഒപ്പുവെച്ച ഇൻഡോ ശ്രീലങ്കൻ കരാർ പ്രകാരമാണ് ഇന്ത്യ സമാധാന സേനയെ നിയോഗിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്